Good morning and welcome to Doctor's Talk. ഇന്നത്തെ ഡോക്ടേഴ്സ് ടോക്കിൽ എന്നോടൊപ്പം ഇന്ത്യൻ ഹോമിയോപ്പതിക് മെഡിക്കൽ അസോസിയേഷൻ്റെ ഫൗണ്ടർ നാഷണൽ പ്രസിഡന്റ് ഡോക്ടർ എം ജി ഉമ്മൻ, ഹോമിയോപ്പതി വൈദ്യശാസ്ത്ര ശാഖയെ പ്രതിനിധീകരിച്ചാണ് അദ്ദേഹം എന്നോടൊപ്പം ഉള്ളത്. ഹോമിയോപ്പതി വൈദ്യശാസ്ത്ര ശാഖ എന്ത്, അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെ, ഇപ്പോൾ കുറച്ച് കോൺട്രവേഴ്സീസും ഹോമിയോപ്പതി വൈദ്യശാസ്ത്ര ശാഖയെ ചുറ്റിപ്പറ്റി പുതുതായി രൂപം കൊണ്ടുവരുന്നു. അപ്പോൾ അതിൻ്റെ അവരുടെ വേർഷൻ എന്താണ്, അതിനെക്കുറിച്ചൊക്കെയാണ് ഡോക്ടറോട് സംസാരിക്കാൻ പോകുന്നത്. ഗുഡ് മോർണിംഗ് ഡോക്ടർ ഉമ്മൻ. ഗുഡ് മോർണിംഗ്. ഞാൻ പറഞ്ഞു നമ്മുടെ വിഷയം എന്താണെന്ന്. ഹോമിയോപ്പതി വൈദ്യശാസ്ത്ര ശാഖ എന്ത്, അതിൻ്റെ സാധ്യതകൾ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. അതോടൊപ്പം തന്നെ എനിക്ക് അതിൽ നിന്ന് സബ്ജക്റ്റ് മാറി ചില ചോദ്യങ്ങളും. അപ്പോൾ ആദ്യം ഹോമിയോപ്പതി എന്താണ്, ഹോമിയോപ്പതി അടിസ്ഥാന തത്വം എന്താണെന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഹോമിയോപ്പതി എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിൽ ഏറ്റവും പ്രചാരത്തിലിരിക്കുന്ന ഇതര വൈദ്യശാസ്ത്ര സമ്പ്രദായമാണ്. ഏറ്റവും കൂടുതൽ പ്രചാരത്തിലിരിക്കുന്ന വൈദ്യശാസ്ത്രം പറയണ്ടല്ലോ. അപ്പോൾ ഇതര വൈദ്യശാസ്ത്ര ശാഖകളിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലിരിക്കുന്ന ഒരു വൈദ്യശാസ്ത്ര ശാഖയാണ് ഹോമിയോപ്പതി. ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, വൈദ്യശാസ്ത്ര ശാഖയാണ്. അപ്പോൾ ആ വാക്കിന് അർത്ഥമുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ. അപ്പം ഡോക്ടർ ക്രിസ്റ്റ്യൻ ഫ്രെഡറിക് സാമുവൽ ഹനിമാൻ എന്ന് പറയുന്ന വളരെ പ്രഗത്ഭനായ, ഏതാണ്ട് കാലത്തിന് മുൻപേ നടന്ന മനുഷ്യനെന്ന് പറയാം, അദ്ദേഹത്താൽ കണ്ടുപിടിക്കപ്പെട്ട ഒരു വൈദ്യശാസ്ത്ര ശാഖയാണ് ഹോമിയോപ്പതി. ജർമ്മൻ ഭിഷഗ്വരനായിരുന്നു. അപ്പോൾ അദ്ദേഹം അന്നത്തെ നിലവിലിരുന്ന വൈദ്യശാസ്ത്ര സമ്പ്രദായങ്ങളിൽ ചില വ്യത്യാസങ്ങൾ വരുത്തുകയും അന്ന് അത് ശരിയല്ല എന്ന് തോന്നിയിരുന്ന പല രീതികളെയും മാറ്റി നിർത്തിക്കൊണ്ട് ഒരു റിഫൈൻഡ് എന്ന് പറയാം, ആ രീതിയിൽ ഒരു പുതിയ വൈദ്യശാസ്ത്ര ശാഖ, പ്രത്യേകിച്ചും അടിസ്ഥാനപരമായി പ്രകൃതിയുടെ നിയമങ്ങളിൽ തന്നെ അടിത്തറ ഊന്നിക്കൊണ്ട് രൂപപ്പെടുത്തിയതാണ് ഹോമിയോപ്പതി. ഇതിന്റെ അടിസ്ഥാന തത്വം ഹിപ്പോക്രാറ്റസ് ആണല്ലോ വൈദ്യശാസ്ത്രത്തിന്റെ പിതാവെന്ന് പറയുന്നത്. അപ്പോൾ ഹിപ്പോക്രാറ്റസിന്റെ കാലത്ത് തന്നെ പറഞ്ഞിരുന്ന ഒരു വൈദ്യശാസ്ത്ര പ്രിൻസിപ്പിളുണ്ട്, സിമിലിയ സിമിലിബസ് ക്യുറൻഡർ എന്ന് പറയും. അപ്പം ലൈക്സ് ആർ ക്യൂവേർഡ് ബൈ ലൈക്സ്, അല്ലെങ്കിൽ ലൈക്സ് ആർ ട്രീറ്റഡ് ബൈ ലൈക്സ്. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം, ഈ വാചകങ്ങളുടെ അർത്ഥം. ഈ അടിസ്ഥാന തത്വത്തെ വിപുലീകരിച്ച് അതിനെ ബേസാക്കി നിർത്തിക്കൊണ്ടുള്ള ഒരു തത്വസംഹിത രൂപീകരിക്കുകയും അതനുസരിച്ച് വൈദ്യശാസ്ത്രത്തെ രൂപീകരിക്കുകയും ചെയ്യുകയായിരുന്നു ഹോമിയോപ്പതി കണ്ടുപിടുത്തത്തിൽ കൂടെ ഡോക്ടർ ഹനിമാൻ ചെയ്തത്. അതായത് കുറച്ചും കൂടെ തെളിച്ച് പറയുകയാണെങ്കിൽ, ആരോഗ്യമുള്ള മനുഷ്യ ശരീരത്തിൽ സമാനമായ ലക്ഷണങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന, അതായത് രോഗത്തിൻ്റെ അവസ്ഥയിലുള്ള ലക്ഷണങ്ങളാണ്, ആ ലക്ഷണങ്ങൾ സമാനമായ രീതിയിൽ ആരോഗ്യമുള്ള ശരീരത്തിൽ സൃഷ്ടിക്കാൻ സാധിക്കുന്ന വസ്തുക്കളെ കൊണ്ട് രോഗത്തെ ചികിത്സിക്കുക. അതാണ് സിമിലിയ സിമിലിബസ് ക്യുറൻഡർ. ലൈക്സ് ആർ ക്യൂവേർഡ് ബൈ ഓർ ട്രീറ്റഡ് ബൈ ലൈക്സ്. എന്ന് വേണമെങ്കിൽ ഒരു തരത്തിൽ പറയാം. ആയുർവേദത്തിൽ പണ്ടേ പറഞ്ഞിരുന്ന ഒരു പ്രിൻസിപ്പിളാണ്. ഹിപ്പോക്രാറ്റസ് സിമിലിയ സിമിലിബസ് പറയുന്ന പോലെ തന്നെ ആയുർവേദത്തിൽ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സിസ്റ്റമാണല്ലോ. അപ്പോൾ അതിൽ പറഞ്ഞു, അപ്പോൾ ഇത് വൈദ്യശാസ്ത്ര മറ്റ് ശാഖകളിലൊക്കെ അടിസ്ഥാനപരമായി ഉണ്ടായിരുന്ന ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ്. പക്ഷെ അതിനെ എടുത്ത് മറ്റ് തത്വസംഹിതകളുമായിട്ട് ചേർത്ത് മനുഷ്യ ശരീരത്തെ ഒന്നായി കണ്ടുകൊണ്ട്, വീണ്ടും ഞാൻ പറയുന്നു, മനുഷ്യ ശരീരത്തെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിൽ കൂടെ ഒന്നായി കണ്ടുകൊണ്ട് രൂപീകരിച്ച ഒരു വൈദ്യശാസ്ത്രമാണ് ഹോമിയോപ്പതി. ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് കോൺട്രവേഴ്സീസ് ഹോമിയോപ്പതിയെ ചുറ്റിപ്പറ്റിയുണ്ട്. തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒന്ന്, ഹോമിയോപ്പതി മരുന്നുകളിൽ മെറ്റീരിയൽ കണ്ടന്റ് ഇല്ല എന്നുള്ളതാണ്. അപ്പം മെറ്റീരിയൽ കണ്ടന്റ് ഇല്ലാത്തൊരു സാധനം കൊടുത്ത് നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും എന്നുള്ളതാണ് ആദ്യത്തെ സംശയം. ഇതാരാ പറഞ്ഞേ? അല്ല, പല ആർട്ടിക്കിളുകളും പലതും ഇപ്പോൾ വരുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഹോമിയോപ്പതിയുടെ അഭൂതപൂർവമായ വളർച്ചയെ തടയിടുന്നതിന് വേണ്ടി അടുത്ത കാലത്തല്ല, ഇത് ഹോമിയോപ്പതി കണ്ടുപിടിക്കപ്പെട്ട കാലത്ത് മുതൽ തുടങ്ങിയ ഒരു ദുഷ്പ്രചരണമാണ്. ഹോമിയോപ്പതി മരുന്നുകളിൽ മരുന്നിൻ്റെ കണങ്ങളില്ല എന്ന് പറയുന്നത് പഴയ കാലത്തെ ഹൈസ്കൂൾ കെമിസ്ട്രി വെച്ച് പറയുന്ന വർത്തമാനമാണെന്നേ ഞാൻ പറയുള്ളൂ. നമ്മൾ പണ്ട് ഭൂമി പരന്നതാന്ന് വിശ്വസിക്കുകയും പിന്നീട് ഭൂമി ഉരുണ്ടതാന്ന് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ പോലാണ്. ഹൈസ്കൂൾ കെമിസ്ട്രി വെച്ച് നോക്കുമ്പോൾ ഹോമിയോപ്പതി മരുന്നിൻ്റെ അകത്ത് കണങ്ങളില്ല എന്ന് പറയാം. പക്ഷെ അതല്ലല്ലോ ഇന്നത്തെ കെമിസ്ട്രി. നാനോ ടെക്നോളജിയുടെ കാലമാണ്. ഡോക്ടർക്ക് അറിയാമെന്ന് അറിഞ്ഞൂടാ, ഈ അടുത്ത കാലത്ത് ഹോമിയോപ്പതി മരുന്നുകളിൽ നാനോ കണങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. വളരെ ഉയർന്ന ആവർത്തനത്തിലുള്ള ഹോമിയോ മരുന്നുകളിൽ, മൂലകങ്ങളിൽ നിന്നും എടുത്തിട്ടുള്ള ഹോമിയോ മരുന്നുകളിൽ നാനോ കണങ്ങൾ കണ്ടെടുത്തി കഴിഞ്ഞു. ഇത് കണ്ടെത്തിയിരിക്കുന്നത് ഹോമിയോപ്പതി ഡോക്ടർമാരുടെ റിസർച്ചിലല്ല, അത് പ്രത്യേകം മനസ്സിലാക്കണം. നമ്മുടെ ബോംബെ IIT-യിലെ കെമിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഇടത് ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കുന്ന ഡോക്ടർ ജയേഷ് ബെല്ലാരിയുടെ നേതൃത്വത്തിൽ നടന്ന ഗവേഷണത്തിൽ
ഹോമിയോ മരുന്നിൻ്റെ അകത്ത് നാനോ കണങ്ങൾ കണ്ടെത്തി. ഈ അടുത്ത കാലത്ത് അതേപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ഏപ്രിൽ മാസം 11-ാം തീയതി ബോംബെയിൽ വെച്ചിട്ട് ഒരു ഗ്ലോബൽ ഹോമിയോപ്പതിക് സമ്മിറ്റ് നടന്നു. ഒരു ഇൻ്റർനാഷണൽ ഹോമിയോപ്പതിക് കോൺഫറൻസ് എന്ന് പറയാം. ഡോക്ടർമാർ മാത്രമല്ല, അന്താരാഷ്ട്ര രംഗത്തിലെ വളരെ പ്രഗത്ഭമാരായ മോളിക്കുലാർ എഞ്ചിനീയേഴ്സ്, ബയോ കെമിസ്ട്സ്, അതുപോലെ തന്നെ ഫിസിസ്റ്റുകൾ, ജനറ്റിക്കൽ എഞ്ചിനീയേഴ്സ്, ഇങ്ങനെയുള്ള ഇതര ശാസ്ത്രശാഖയിലെ വിശാരദന്മാരെ കൊണ്ടുവന്ന് ഹോമിയോപ്പതി ഡോക്ടേഴ്സും വിദ്യാർത്ഥികളും ഹോമിയോപ്പതി ഇഷ്ടപ്പെടുന്ന ആൾക്കാരും എല്ലാവരും കൂടെ ചേർന്നുള്ളൊരു വലിയൊരു സമ്മിറ്റായിരുന്നു. അവിടെ അനേകം ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു. മിക്ക പ്രബന്ധങ്ങളും അന്താരാഷ്ട്ര രംഗത്ത് നിന്ന് വളരെയധികം റിസർച്ച് നടക്കുന്ന ഒരു ഫീൽഡാണ്. എന്നിരുന്നാലും മിക്ക പ്രബന്ധങ്ങളിലും തെളിയിക്കപ്പെട്ട ഒരു സംഗതി ഹോമിയോപ്പതി മരുന്നിലെ നാനോഗണങ്ങളുടെ അംശമാണ്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ പോലും ഡോക്ടർ ES രാജേന്ദ്രൻ്റെയൊക്കെ നേതൃത്വത്തിൽ വിനായക ഹോമിയോ കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നതിൽ എനിക്ക് മടിയൊന്നുമില്ല. നമ്മുടെ പ്രഗത്ഭരായ മറ്റു ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ഡോക്ടർ രാജേന്ദ്രനും സംഘവും നടത്തിയ ഗവേഷണത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലും അതേപോലെ തന്നെ കോട്ടയത്ത് നടന്ന നമ്മുടെ കോട്ടയത്തുള്ള നാനോ ടെക്നോളജി സെൻറ്ററിലുമൊക്കെ നടന്ന ഗവേഷണത്തിൻ്റെ ഫലമായിട്ട് 75 ഹോമിയോ മരുന്നുകളിൽ, അവർ റിസർച്ചിനെടുത്ത 75 മരുന്നുകളിലും നാനോ കണങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ ഹോമിയോ മരുന്നിൻ്റെ അകത്ത് മെറ്റീരിയൽ പാർട്ടിക്കിൾ ഇല്ല എന്ന് പറയുന്ന ആരോപണം ഇനിയും പറയട്ടെ. അത് പറയുന്നത് വളരെ ബാലിശമാണ്. ഓക്കെ, ഈ ഹോമിയോ മരുന്നുകളുടെ സോഴ്സ് എന്താണ്? ഹോമിയോ മരുന്നുകളുടെ സോഴ്സ് എല്ലാ തരത്തിൽ നിന്നുള്ള വിഭാഗത്തിൽ നിന്നും ഹോമിയോയിൽ മരുന്നുകളുണ്ട്. കൂടുതലായിട്ടും സസ്യങ്ങളാണ്. ബൊട്ടാണിക്കൽ ഒറിജിനലായിട്ടുള്ളതുണ്ട്, മിനറൽസ് ഉണ്ട്, കെമിക്കൽ കോമ്പൗണ്ട്സ് ഉണ്ട്, പിന്നെ ചില എനർജി എക്സ്റേസ്, മാഗ്നറ്റിക് എനർജി, ഇമ്പോണ്ടറബിൾ എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയുള്ള എനർജി സോഴ്സസിൽ നിന്നുള്ള അത് മരുന്നുകളുണ്ട്. പിന്നെ ഡിസീസ്ഡ് പ്രോഡക്ട്സ്, അത് മനസ്സിലാക്കണം. ഇപ്പോൾ ഡിസീസ് പ്രോഡക്ട്സിൽ നിന്നൊക്കെ മരുന്നുകളൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാലത്തിന് മുമ്പേ നടന്ന ഒരു മനുഷ്യൻ്റെ അതികുശാഗ്രമായ ഗഹനമായ ബുദ്ധിയിൽ നിന്നുമാണ് ഈ സിസ്റ്റം ഉടലെടുത്തത്. ഡിസീസ് പ്രോഡക്ട്സിൽ നിന്ന് മരുന്നുകളുണ്ട്. ഹ്യൂമൻ സെക്രീഷൻസ്, ആനിമൽ സെക്രീഷൻസ്, മറ്റ് ഹോർമോൺസ്, ശരീരത്തിലെ മറ്റ് സ്രവങ്ങൾ, അപ്പോൾ ഇങ്ങനെ ഇതിൽ നിന്നൊക്കെ ഹോമിയോപ്പതി മരുന്നുകളുണ്ട്. ഡോക്ടർ, ഈ ഹോമിയോപ്പതി മരുന്നുകൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരുപാട് സോഴ്സസിൽ നിന്ന് മരുന്നുകളുണ്ട്, പല തരത്തിലുള്ള സോഴ്സസിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ നിങ്ങളുടെ മരുന്നുകളെല്ലാം കണ്ടാൽ ഏകദേശം ഒരുപോലെ ഇരിക്കും, എല്ലാം വെള്ള ഗുളികയും വെള്ളപ്പൊടിയും. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതാണ് ഹോമിയോപ്പതിയുടെ സൗന്ദര്യം. അതാണ് ഹോമിയോപ്പതിയുടെ സൗന്ദര്യം എന്ന് ഞാൻ പറയും. ഈ പറയുന്ന സോഴ്സുകൾ ഇതൊക്കെയാണെങ്കിലും ഹോമിയോ മരുന്നുകളുടെ ഉൽപ്പാദനം, അതിൻ്റെ പ്രൊട്ടക്ഷൻ, അത് ഹോമിയോപ്പതിയിലെ ഒരു പ്രത്യേക രീതി കൂടാണ്. അപ്പോൾ അതിന് വിവിധ പൊട്ടൻസികളുണ്ട്. ഡെസിമൽ സ്കെയിലും സെൻറ്റമൽ സ്കെയിലും, അതായത് 10ൻ്റെ ദശകങ്ങളിലും 100ൻ്റെ ശതകങ്ങളിലും വിടുന്ന സ്കെയിലാണ്. അപ്പോൾ ഇതിലുള്ള ആവർത്തനമെന്ന് പറയാവുന്നത് വാക്ക് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആയുർവേദത്തിലെ ആവർത്തനമായിട്ട് ഇതിന് വേണമെങ്കിൽ പൊതുവായിട്ട് പറയാം. ടു ബി പ്രിസൈസ് അത് പറയാൻ പറ്റില്ലെങ്കിലും, അപ്പോൾ ഈ പറയുന്ന പല പല പൊട്ടൻസിയിലുള്ള മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മരുന്നുകൾ എല്ലാവരുടെയും ധാരണ ഈ ഗുളികളാ മരുന്നെന്ന. ഗുളിക അല്ലെങ്കിൽ ഈ വെളുത്തിരിക്കുന്ന പൊടിയോ വെളുത്തിരിക്കുന്ന ചെറിയ പല ആകൃതിയിലുള്ള ഗുളികകളോ അല്ല. ഇതിൻ്റെ അകത്ത് മെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ടിഞ്ചറുണ്ട്, അതാണ് മരുന്ന്. അപ്പോൾ കണ്ടാലെല്ലാം ഒരുപോലെ ഇരിക്കും. ബട്ട് ഈ പറയുന്ന ഗ്ലോബ്യൂൾസിൽ അല്ലെങ്കിൽ ഷുഗർ ഓഫ് മിൽക്കിൽ ഡ്രോപ്പ് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ കൊടുക്കാനുള്ള ഒരു മീഡിയം മാത്രമാണ് വെഹിക്കിൾസ് എന്ന് ഞങ്ങൾ പറയും. അതാണ് ഈ നമ്മൾ ഈ കാഴ്ചയിൽ കാണുന്ന ഒരേ വലുപ്പത്തിലും ഒരേ ഷേപ്പിലും അല്ലെങ്കിൽ വിവിധ ഷേപ്പുകളിലുള്ള. ഇപ്പോൾ ഈ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് കോൺട്രവേഴ്സീസ് ഹോമിയോപ്പതിയെ സംബന്ധിച്ചും, ഹോമിയോപ്പതി മാത്രമല്ല പൊതുവെ ഈ ഇന്ത്യൻ സിസ്റ്റം ഓഫ് ആയുഷിന്റെ കീഴിൽ വരുന്ന ആ ഒരു വിഭാഗത്തിന്റെ കീഴിൽ വരുന്ന സിസ്റ്റംസിനെ കുറിച്ച് വരുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് ഡോക്ടർ അഭിപ്രായം എന്താ? ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ഇതര വൈദ്യശാസ്ത്രങ്ങളുടെ അഭൂതപൂർവമായ വളർച്ചയെ നേരിടാനുള്ള ചങ്കുറപ്പില്ലായ്മ എന്ന് ഞാൻ പറയുള്ളൂ. അഭൂതപൂർവമായി ഇതര വൈദ്യശാസ്ത്ര ശാഖകൾ പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള മൂന്നാം ലോക രാജ്യങ്ങളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വളർച്ചയെ തടയിടുന്നതിന് വേണ്ടുള്ള ദുഷ്ടലാക്കോട് കൂടിയ ചില പ്രചരണങ്ങളും ചില പ്രവർത്തനങ്ങളുമാണ് എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഈ സയന്റിഫിസിറ്റി ഇല്ല എന്ന് പറയുന്നതിനെ നിങ്ങൾ എങ്ങനെ നേരിടുന്നു? നിങ്ങളുടെ റിസർച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഡോക്ടർ, സയന്റിഫിസിറ്റി എന്ന് പറയുന്ന വാക്കിനെ പറ്റി തന്നെ പഠിക്കണം. ഈ സയന്റിഫിസിറ്റി ആരാ തീരുമാനിക്കണ്ടേ? ആരുമായിക്കോട്ടെ, തീർച്ചയായിട്ടും ഈ സയന്റിഫിസിറ്റിയുടെ പാരാമീറ്റേഴ്സ്
എല്ലാ വൈദ്യശാസ്ത്ര ശാഖകളും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തത്വസംഹിത എന്ന് വെച്ചോ, ഒരു തത്വസംഹിത ഈ സയൻസ് എന്ന് പറയുന്നത് എവർ ചേഞ്ചിങ് ആണ്. അത് ആദ്യം മനസ്സിലാക്കുക. ഇന്ന് പറയുന്നതല്ല നാളത്തെ സയൻസ്. ഞാൻ നേരത്തെ ഭൂമിയുടെ കാര്യം പറഞ്ഞു. അന്നത്തെ സയൻസ് പറഞ്ഞു ഭൂമി പരന്നതാന്ന്, പിന്നെ ഭൂമി ഉരുണ്ടതാന്ന് പറഞ്ഞു. ഹോമിയോ മരുന്നിൻ്റെ അകത്ത് കണകങ്ങളില്ലാന്ന് പറഞ്ഞു, ഇന്ന് നാനോ കണങ്ങൾ കണ്ടെത്തി. ഈ സയൻസ് എന്ന് പറയുന്നത് ഓരോ ദിവസവും മാറ്റപ്പെടുന്നതാണ്, മാറുന്നതാണ്, എന്നാലേ സയൻസ് ആവുള്ളൂ. അപ്പം ഈ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് മാറ്റപ്പെടേണ്ടതാണ്. പ്രത്യേകിച്ച് ഹോമിയോപ്പതി വൈദ്യശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രബലമായിരിക്കുന്ന വൈദ്യശാസ്ത്ര ശാഖയെ പോലെ അല്ല. ഇതൊരു ഇൻഡിവിജ്വലിസ്റ്റിക് സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ്. അത് ഹോമിയോപ്പതി പഠിക്കുന്നവർക്ക് അത് അറിയത്തുള്ളൂ. വ്യക്തിയാധിഷ്ഠിത ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി. ഞാൻ പറഞ്ഞു വന്നത്, ഒരേ രോഗമുള്ള ഇപ്പോൾ ഡോക്ടറും ഞാനും രണ്ടുപേരും കൂടെ നമ്മളൊരു ഹോമിയോ ഡോക്ടറെ അടുത്ത് ഒരു രോഗത്തിന് പോയി കഴിഞ്ഞാൽ ഒരു രോഗമാണ് നമുക്ക് രണ്ടുപേർക്കും പിടിച്ചു, മരുന്ന് വേറെ ആയിരിക്കും. കാരണം എനിക്കുള്ള മരുന്നായിരിക്കത്തില്ല ഡോക്ടർക്കുള്ള മരുന്ന്. അപ്പം നമ്മൾ ഇൻഡിവിജ്വലി രണ്ടാൾക്കാരായിരിക്കുന്നിടത്തോളം കാലം, നമ്മളുടെ ശരീര മാനസിക വ്യാപാരങ്ങൾ രണ്ടായിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ലക്ഷണങ്ങളിലും അതിൻ്റേതായ വ്യത്യാസങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ മരുന്നിൽ വ്യത്യാസം വരാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചികിത്സാ രീതി ആയതുകൊണ്ട് തന്നെ ഹോമിയോപ്പതിക് പാരാമീറ്റേഴ്സിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഹോമിയോപ്പതി വൈദ്യശാസ്ത്രത്തിൻ്റെ സയൻറ്റിഫിസിറ്റി അളക്കേണ്ടത്. അപ്പം ആ പാരാമീറ്റേഴ്സും ഇന്ന് നിലവിലിരിക്കുന്ന പാരാമീറ്റേഴ്സും തമ്മിൽ പൂരകങ്ങളായി ഒരു സംഹിത ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ നിന്ന് ഗവേഷണം നടത്തിയാലേ ഹോമിയോപ്പതിയുടെ സയൻറ്റിഫിസിറ്റി പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പം വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ഹോമിയോപ്പതി വിദ്യാർത്ഥികളുടെ പഠന സൗകര്യങ്ങളെ സംബന്ധിച്ചും അവർ പലതും പഠിക്കേണ്ട കാര്യമില്ല എന്നും അത് സർക്കാർ ഹോസ്പിറ്റലുകളിൽ അവർക്ക് ലഭ്യമായിക്കൊണ്ടിരുന്ന സൗകര്യങ്ങൾ നിർത്തലാക്കുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ. തീർച്ചയായിട്ടും വളരെ നിരാശജനകവും വളരെ വളരെ ദുഃഖകരവുമാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ. കാരണം അവിടെയൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കാതെ പ്രതികരിക്കുന്നതിൻ്റെ ദോഷങ്ങളാണത്. ആരാണ് ഒരു ഹോമിയോപ്പതി ഡോക്ടർ? ഒരു ഹോമിയോ ഡോക്ടർ ഒരു മെഡിക്കൽ ഡോക്ടറാണ്. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. ഹോമിയോപ്പതി ഡോക്ടർ ഈസ് എ മെഡിക്കൽ ഡോക്ടർ ഹൂ യൂസസ് ഹോമിയോപ്പതി ആസ് എ തെറാപ്യൂട്ടിക് മെത്തേഡ്. ഓക്കെ, ഇതാണ് അതിൻ്റെ വ്യത്യാസം. അല്ലാതെ ഹോമിയോപ്പതി നമ്മുടെ നാടോടി വൈദ്യം പോലെയോ അല്ലെങ്കിൽ ലാട വൈദ്യം പോലെയോ ഉള്ളൊരു വൈദ്യശാസ്ത്ര ശാഖയല്ല. ഞാൻ അവരെ അവമാനിക്കില്ല. അവരുടെ ഇടയിലും നന്മകളും അവരുടെ ഇടയിലും നമുക്ക് മനസ്സിലാകാത്ത അല്ലെങ്കിൽ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന പല കാര്യങ്ങളും ഉണ്ടാവാം. എന്നാൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ഹോമിയോപ്പതി ഡോക്ടർമാരെ അവഗണിച്ച് ഇതേപോലെ ഒരു 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 വൈദ്യശാസ്ത്ര ശാഖ അല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നത് വളരെ ദുഷ്ടലാക്കോട് കൂടിയാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഹോമിയോപ്പതി ഡോക്ടർ ഒരു മെഡിക്കൽ ഡോക്ടറാണ്. ഒരു മെഡിക്കൽ ഡോക്ടർ ഹോമിയോപ്പതി തെറാപ്യൂട്ടിക്സ് അദ്ദേഹത്തിൻ്റെ രോഗചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഇത് വ്യത്യാസമേ ഉള്ളൂ. അങ്ങനാണെങ്കിൽ ആ മെഡിക്കൽ ഡോക്ടർ മെഡിക്കൽ സബ്ജക്ട്സ് പഠിക്കണ്ടേ? മെഡിക്കൽ സബ്ജക്ട്സ് പഠിക്കാത്ത ഒരാൾക്ക് എങ്ങനെ ഒരു മെഡിക്കൽ ഡോക്ടർ ആവാൻ പറ്റുക? കാരണം ഞാൻ ഒന്നും കൂടെ വിശദീകരിച്ച് പറയാം. ഡോക്ടറെ, നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു രോഗി, ഒരു അലോപ്പതി ഡോക്ടറുടെ മുമ്പിൽ വരുന്നൊരു രോഗി, ഒരു ആയുർവേദ ഡോക്ടറുടെ മുമ്പിൽ വരുന്നൊരു രോഗി ആയിക്കോട്ടെ, ഇത് 3 വ്യവസ്ഥാപിതമായ 3 സിസ്റ്റങ്ങളാണല്ലോ ഇന്ന് ഇന്ത്യയിലുള്ളത്. ആ രോഗിക്കുള്ള അവയവങ്ങളും അവയുടെ ധർമ്മങ്ങളും എല്ലാം ഒന്നല്ലേ? രോഗങ്ങളും പലപ്പോഴും ഒന്നല്ലേ? അതെ. ഹോമിയോ ഡോക്ടറുടെ മുമ്പിൽ വരുന്ന മീസിൽസും അലോപ്പതി ഡോക്ടറുടെ മുന്നിൽ വരുന്ന മീസിൽസും തമ്മിൽ വ്യത്യാസമുണ്ടോ? മീസിൽസ് ആണെങ്കിൽ മീസിൽസിൻ്റെ ലക്ഷണങ്ങൾ ഒന്നായിരിക്കണം. ഹോമിയോ ഡോക്ടറുടെ മുന്നിൽ വരുന്ന ടോൺസിലൈറ്റിസിന് പ്രത്യേക സിംറ്റംസ് വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. അതായത് ഒരു രോഗിയെ മനസ്സിലാക്കിയേ ഒരു ഡോക്ടർക്ക് ചികിത്സിക്കാൻ പറ്റത്തുള്ളൂ. ഒരു രോഗിയെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ രോഗിയുടെ ശരീരഘടന, അതായത് മനുഷ്യൻ്റെ ശരീരഘടനയും അയാളുടെ ഓരോ അവയവങ്ങളുടെ ധർമ്മവും പഠിച്ചാൽ മാത്രമേ ഒരു ഡോക്ടർക്ക് ഡോക്ടറാകാൻ പറ്റൂ. അതായത് അനാറ്റമി, ഫിസിയോളജി, പാത്തോളജി, പ്രിവെൻറ്റീവ് മെഡിസിൻ, അങ്ങനെ അലീറ്റ് വൈദ്യശാസ്ത്ര ശാഖകളിലെ എല്ലാ സബ്ജക്ട്സും എക്സെപ്റ്റ് ഫാർമക്കോളജി ആൻഡ് തെറാപ്യൂട്ടിക്സ്. ഈ തെറാപ്യൂട്ടിക്സിലും ഫാർമക്കോളജിയിലും മാത്രമാണ് വൈദ്യശാസ്ത്ര ശാഖകൾ തമ്മിൽ ഡിഫർ ചെയ്യുന്നത്. ബാക്കിയെല്ലാം ഒന്നാണ്. കാരണം ഞാനീ പറഞ്ഞ പോലെ തന്നെ രോഗിക്കുള്ളതെല്ലാം ഒന്നാണ്. അപ്പോൾ രോഗിയുടെ എല്ലാം പഠിക്കണം. ശരീരഘടന പഠിക്കണം, ശരീരധർമ്മം പഠിക്കണം, രോഗശാസ്ത്രം പഠിക്കണം, പ്രതിരോധശാസ്ത്രം പഠിക്കണം, ഗൈനക്കോളജി പഠിക്കണം, പ്രസവം. എല്ലാവരും ഒരുപോലെയല്ലേ പ്രസവിക്കുന്നത്? ഹോമിയോ ഡോക്ടറുടെ വീട്ടിൽ അല്ലെങ്കിൽ ഹോമിയോ ഡോക്ടറുടെ മുമ്പിൽ വരുന്ന രോഗികൾ വേറെ രീതിയിൽ പ്രസവിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ പ്രസവശാസ്ത്രം പഠിക്കണം.
അതിൻ്റെ മുൻകരുതലുകളും അതിൻ്റെ പ്രീനേറ്റലും ആൻറ്റിനേറ്റലും പോസ്റ്റ്നേറ്റലും എല്ലാ കാര്യങ്ങളും പഠിക്കണം. അപ്പോൾ ഇത് പഠിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു തരം മാടമ്പിത്തരമെന്നല്ലേ പറയാൻ പറ്റൂ. ഡോക്ടർ, ഒരു ഹോമിയോപ്പതി വിദ്യാഭ്യാസം പഠിച്ച് പൂർത്തിയാക്കി പുറത്തിറങ്ങുന്ന ഒരു ഡോക്ടർ, നിങ്ങൾ ഡോക്ടറെ പോലെ ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ, നിങ്ങൾ സർജറി ചെയ്യുന്നില്ല, നിങ്ങൾ ഡെലിവറി എടുക്കുന്നില്ല, നിങ്ങളൊരു ഒബ്സ്റ്റട്രീഷ്യൻ്റെ പണിയൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല, പിന്നെ നിങ്ങളിത് എന്തിന് പഠിക്കണം എന്നുള്ളതാണ് ഒരു വശം. അതിന് ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? സർജറി എന്ന് പറഞ്ഞാൽ എന്താ, ഓബ്സ്റ്ററ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡോക്ടർ തന്നെ പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് പൊതുജനത്തോട് ചോദിക്കുന്ന രീതിയിൽ ചോദിച്ചതേ ഉള്ളൂ. നമ്മുടെ മുമ്പിൽ വരുന്ന രോഗങ്ങളിൽ ഒരു വലിയ ശതമാനം സർജിക്കൽ രോഗങ്ങളാണ്. എന്ന് വെച്ചാൽ ആ രോഗങ്ങൾക്കെല്ലാം സർജറി വേണമെന്നല്ല എൻ്റെ അർത്ഥം. സർജറി ഇൻഡിക്കേറ്റഡ് ആവാം, ആവശ്യമായി വരാം എന്ന തരത്തിലുള്ള രോഗങ്ങൾ തന്നെ കൊണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടോൺസിലൈറ്റിസിന് ടെക്സ്റ്റ് ബുക്കുകളിൽ വിവരിക്കുന്ന സർജറി ടെക്സ്റ്റ് ബുക്കിലാണ്. ടോൺസിലൈറ്റിസിന് ഓർക്കൈറ്റിസ്, വൃഷണവീക്കം കുട്ടികൾക്കൊക്കെ പലപ്പോഴും ഉണ്ടാവാം. അങ്ങനെ ഏത് രീതിയിലുള്ള അങ്ങനെയുള്ള വലിയ രോഗങ്ങളും ചെറിയ രോഗങ്ങളും ഒക്കെ ഉണ്ട്. ഈ രോഗങ്ങൾ എല്ലാം വിശദീകരിക്കുന്ന എവിടെ? മെഡിസിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ മാത്രമല്ല. മെഡിസിൻ ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ കാണത്തില്ല. മെഡിസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ടോൺസിലൈറ്റിസ് നോക്കിയാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതേസമയം നിങ്ങൾക്ക് സർജറിയുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാം. ഞാൻ പറഞ്ഞു വന്നത്, രോഗങ്ങൾക്ക് സർജറി ഇൻഡിക്കേറ്റഡ് ആവാവുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അത് വിശദീകരിക്കുന്നതും അത് പഠിപ്പിക്കുന്നതും സർജറിയിലാണ്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം, സർജറി ഹാസ് ഗോട്ട് എ തിയറിറ്റിക്കൽ പാർട്ട്. ഓക്കെ. അപ്പം ഒരു സർജറിയുടെ തിയറിറ്റിക്കൽ പാർട്ട് പഠിക്കാത്ത ഒരാൾക്ക്, ഈ രോഗങ്ങളെപ്പറ്റി പഠിക്കാത്ത ഒരാൾക്ക് എങ്ങനെ ഈ സർജറി വേണോ വേണ്ടേന്ന് തീരുമാനിക്കുക? അപ്പോൾ ഇതൊന്നും പഠിക്കാതെ ഒരു ഹോമിയോ ഡോക്ടറെ അടുത്ത് ഒരാൾ വന്നിട്ട് കുഴപ്പമായി, ആ രോഗം മോശമായി, ആ രോഗി ഒരു മോശപ്പെട്ട അവസ്ഥയിലേക്ക് എത്തപ്പെടുകയാണെങ്കിൽ ഈ പറയുന്നവരെന്ത് മറുപടിയാണ് പറയുക? അപ്പോൾ ആ പറയുന്ന രോഗിക്ക് സർജറി ആവശ്യമാണോ? ഇത് സർജിക്കലാണോ? ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇത് സർജിക്കലാണോ? മരുന്ന് കൊണ്ട്, നമ്മുടെ വൈദ്യശാസ്ത്രത്തിൻ്റെ മരുന്ന് കൊണ്ട് ഇത് മാറ്റാവുന്ന സ്ഥിതിയിലാണോ? അല്ലെങ്കിൽ മാറുമോ? മാറില്ലയോ? മാറില്ലെങ്കിൽ ഇതൊരു ക്വാളിഫൈഡ് സർജൻ്റെ അടുത്ത് പറഞ്ഞു വിടണം, സജ്ജീകരണമുള്ള ആശുപത്രിയിൽ പറഞ്ഞു വിടണം. ഇതൊക്കെ ചെയ്യേണ്ടത് പ്രാഥമികമായ ഒരു മെഡിക്കൽ പ്രാക്ടീഷണറുടെ, ക്വാളിഫൈഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ കടമയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു മെഡിക്കൽ ഡോക്ടറാണ്. അതുകൊണ്ട് തന്നെ സർജറി പോസ്റ്റിംഗ് വേണം. സർജറി പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ പോസ്റ്റ് ചെയ്യപ്പെടുന്ന കുട്ടികളെല്ലാവരും പോയി നാളെ തിയേറ്ററിൽ കയറി സർജറി ചെയ്യല്ല. MBBS ഡോക്ടർമാർ എത്ര പേര് സർജറി ചെയ്യുന്നുണ്ട്? അവർക്ക് പോസ്റ്റിംഗ് ഉണ്ടോ? ഇവരാരും സർജറി ചെയ്യുന്നില്ല. ഇനി സർജറിയെ പറ്റി പറയുന്നല്ലോ, ഇത്ര ഒരു ഗ്രൂപ്പിൻ്റെ തറവാട്ട സ്വത്തായിട്ടൊക്കെ വ്യാഖ്യാനിച്ച് കൊണ്ടുവരുന്നുണ്ടല്ലോ. എവിടാ സർജറി ഉണ്ടായത്? നമ്മൾ തലമുറന്ന് എണ്ണ തേക്കരുത്. ഇന്ത്യയെ പോലുള്ള മഹത്തായ രാജ്യത്ത് ഉണ്ടായ ഒരു വൈദ്യശാസ്ത്ര അപ്പൻഡേജാണ് സർജറി എന്ന് പറയുന്നത്. സർജറി ഉണ്ടായത് ഇവിടെ ശുശ്രുതനും ശല്യരും ഒക്കെയാണ് ഇവിടെ സർജറി നടത്തിയത്, ചരകനും. ഈ 3 പേരാണ് ആയുർവേദത്തിൻ്റെ പിതാക്കന്മാർ. ശുശ്രുത മഹർഷി അന്നത്തെ കാലത്ത് ഉപയോഗിച്ച പല ഉപകരണങ്ങളുടെയും ആധുനിക രൂപങ്ങളാണ് ഇന്ന് തിയേറ്ററിൽ ഉപയോഗിക്കുന്നത്. ബ്രെയിൻ ട്യൂമർ വരെ സർജറി ചെയ്ത ആളാണ് ലോർഡ് ശുശ്രുത. അപ്പം അങ്ങനെ വരുമ്പം ഇത് ഒരു ഗ്രൂപ്പിൻ്റെ തറവാട്ട സ്വത്തായിട്ട് വ്യാഖ്യാനിക്കുന്നതും മറ്റുള്ളവരാരും പഠിക്കരുതെന്ന് പറയുന്നതും ഫ്യൂഡലിസത്തിൻ്റെ ഭാഗമാണെന്ന് ഞാൻ പറയും. ഒരു തരത്തിലുള്ള മെഡിക്കൽ ഫ്യൂഡലിസം. അല്ല, അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവണ്ടേ അങ്ങനെ പറയുന്നതിന്? അല്ല, അതിൻ്റെ കാരണമെന്ന് പറയുന്നത് എന്താ, ഞങ്ങൾക്ക് ഒട്ടും ആലോചിച്ചിട്ട് പിടികിട്ടാത്തൊരു സംഗതിയാണ്. ഹോമിയോ വിദ്യാർത്ഥികളും ആയുർവേദ വിദ്യാർത്ഥികളും സർജറി പോസ്റ്റിങ്ങിന് പോകാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ഞങ്ങൾക്കൊട്ടും മനസ്സിലാകുന്നില്ല. ഈ പറയുന്ന ഒരു ഹോമിയോ ഡോക്ടറും ഒരു ആയുർവേദ ഡോക്ടറും സർജറികൾ ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ മൂക്കിൻ്റെ അകത്തൊരു മഞ്ചാടിക്കുരു വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എടുത്തു കളഞ്ഞെന്നിരിക്കും. തൊണ്ടയ്ക്കകത്തൊരു മുള്ളു കയറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് എടുത്തു കളഞ്ഞെന്നിരിക്കും. അതും ചെയ്യേണ്ടെന്നാണോ പറയുന്നത്? പുതിയ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബില്ലനുസരിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കിയാൽ മനസ്സിലാകും. ഒരു പ്രാഥമിക ഡോക്ടർ ചെയ്യേണ്ട ഡ്യൂട്ടികളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. പരസ്പര വിരുദ്ധമായിട്ടാണ് അപ്പം ഈ കൂട്ടർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സർജറി ഷുഡ് ബി ആൻ അപ്പൻഡേജ് ടു എനി മെഡിക്കൽ സിസ്റ്റം എന്നുള്ളതാണ് ഞങ്ങളുടെ വ്യവസ്ഥ. ഈ മഹാരാഷ്ട്രയിലൊക്കെ ചെയ്തതുപോലെ ഒരു സങ്കര വൈദ്യം ഇനി ഇവിടെ സർക്കാർ കൊണ്ടുവന്നാലോ എന്ന് വിചാരിച്ചു, അതിൻ്റെ ഒരു ആപ്രിഹെൻഷൻ. സങ്കര വൈദ്യം ഇവിടെ കൊണ്ടുവരും എന്നുള്ളൊരു അപ്രിഹെൻഷൻ്റെ ആവശ്യമേ ഇല്ല. കാരണം അതിനെ ഏറ്റവും ആദ്യം എതിർക്കുന്നത് ഞങ്ങളെപ്പോലുള്ള സംഘടനകളായിരിക്കും. ഞാൻ തുറന്നു പറയുന്നു. ഞാൻ പ്രതിനിധീകരിക്കുന്ന സംഘടന അതിന് ശക്തമായി എതിർക്കും. ഞാൻ പ്രതിനിധിക്കുന്ന സംഘടന മാത്രമല്ല, ഈ കേരളത്തിലെ ഹോമിയോപ്പതി വൈദ്യശാസ്ത്ര രംഗത്തെ ഒരു സംഘടനയും അതിനെ അനുകൂലിക്കുന്നു തോന്നില്ല. സങ്കര ചികിത്സ അല്ലത്.
സർജറി പഠിക്കാൻ പറയുന്നത്, സർജറി പോസ്റ്റിങ്ങിന് വിദ്യാർത്ഥികളെ വിടുന്നത്, സകല ചികിത്സയാകുന്നത് എങ്ങനെ? ടോൺസിലൈറ്റിസ് എന്താണെന്ന് മനസ്സിലാക്കുകയും അപ്പൻഡിസൈറ്റിസ് എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത് സർജറി ചെയ്യാൻ വേണ്ടി മാത്രമാണോ? സർജറി ആവശ്യമാണെങ്കിൽ ഞങ്ങൾ ആ സർജൻ്റെ അടുത്ത് ആ കേസിനെ പറഞ്ഞു വിടും. അൺലെസ് ഞങ്ങളുടെ ആശുപത്രികളിൽ അതിനുള്ള സജ്ജീകരണം ഇല്ലാത്തിടത്തോളം കാലം. ഓക്കെ. ഇൻഫ്രാസ്ട്രക്ചറുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള സർജൻസിൻ്റെ അടുത്ത് ഈ കേസുകൾ പറഞ്ഞു വിടണമെന്നുണ്ടെങ്കിൽ പ്രാഥമികമായി ഈ കേസിനെ നോക്കുന്ന ഡോക്ടർക്ക് സർജറിയിൽ പരിജ്ഞാനം ഉണ്ടാവണം. അത് സർജിക്കൽ ആണോ ഇല്ലേ എന്നുള്ള അറിയണ്ടേ? അവിടാണ് പ്രശ്നം. അപ്പോൾ ഇതൊരു വെറുതെ ഉള്ളൊരു അപ്രിഹെൻഷനാണ്, ഒരുതരം മാടമ്പിത്തരമാണ്. ഡോക്ടറെ ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഈ അറിവെന്ന് പറയുന്നത് ഒരു കൂട്ടരുടെയും കുത്തകയല്ല. ഇന്ന് ഇന്ത്യ രാജ്യത്തല്ല, ലോകം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹോളിസ്റ്റിക് അപ്രോച്ചാണ് ഇന്ന് എല്ലാ രംഗത്തും. സമഗ്രമായ സമുന്നയമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ഡോക്ടർ സാമുവൽ ഹനിമാൻ 260 കൊല്ലം മുമ്പ് പറഞ്ഞതാണ്. ഇന്ന് പലരും കടമെടുത്ത് ഞങ്ങളുടെതാന്ന് പറയുന്നെങ്കിൽ ഇത് ആദ്യം പറഞ്ഞത് ഹോമിയോപ്പതിയുടെ പിതാവാണ്. അപ്പം ഈ ഹോളിസ്റ്റിക് അപ്രോച്ച് ആവശ്യമായിട്ട് വരുന്ന ഈ ലോകത്ത് ഒരു കൂട്ടർ ഇന്നത് പഠിച്ചാൽ മതി, ഒരു കൂട്ടർ ഇന്നത് പഠിക്കരുത് എന്ന് പറയാൻ, അറിവുകൾ ഷെയർ ചെയ്യപ്പെടാൻ പാടില്ല എന്ന് പറയാൻ ആർക്കും അവകാശമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ ഡോക്ടർ, ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൽ ഡോക്ടർ MG ഉമ്മൻ, ഇന്ത്യൻ ഹോമിയോപ്പതിക് മെഡിക്കൽ അസോസിയേഷൻ്റെ ഫൗണ്ടർ, നാഷണൽ പ്രസിഡന്റ് അദ്ദേഹം ഇവിടെ ഹോമിയോപ്പതി വൈദ്യശാസ്ത്ര ശാഖയെക്കുറിച്ചും അടുത്ത കാലത്ത് ചെന്നുപെട്ട ചില കോൺട്രവേഴ്സീസിനെ കുറിച്ചും ഒരു അസോസിയേഷനെ റെപ്രസെൻറ്റ് ചെയ്ത് മറുപടി പറയുകയാണ് ഉണ്ടായത്. ഈ വിഷയത്തെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കമൻസോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഇമെയിലിലേക്ക് എഴുതുക. doctorstock@kailalytv.in ആണ് ഞങ്ങളുടെ ഇമെയിൽ ID. പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി ഞങ്ങൾ എഴുതി അറിയിക്കുക. അടുത്ത ആഴ്ച വീണ്ടും കാണാം മറ്റൊരു വിഷയമായിട്ട്. ബൈ.